ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടിൻഡറിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആള് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബോയ് ഫ്രണ്ട് ടെസ്റ്റാ? എന്തൊക്കെ വരും അതില്? ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിങ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. ഫീഡിങ് ടെസ്റ്റ് അയ്യോ വാരിക്കൊണ്ടുക്കണം. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. ഇനിയിപ്പം റോഡിൽ കൂടെ അല്ല, ഇപ്പൊ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കൂടെ നടക്കേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും നീ മോളെ? ആ റോഡ് ടെസ്റ്റും പാസ്സായി. അടുത്ത ഈഗോ ടെസ്റ്റ് ആണേ. ആൻഡ് അത് എന്റെ ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് സീറോ ഈഗോ. നിന്റെ ചെരുപ്പിട്ട് തന്നാൽ അത് ഈഗോ അല്ല എന്നാണ് അവള് പറയുന്നത്. അവളുടെ ചിന്താഗതി. അവളെന്ന് വിളിക്കുമ്പോ എനിക്കെതിരെ കേസ് വരുമോ? മകളുടെ ചിന്താഗതി. ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. കൈ ഇടയ്ക്കൊക്കെ അവനൊന്ന് വിടാനുള്ള ഒരു അവസരം കൊടുക്കണേ, എന്നാലേ അവനൊന്ന് വിടാനുള്ള ഒരു അവസരം കിട്ടും. എന്തേലും ആട്ട്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. എല്ലാ ടെസ്റ്റുകളും പാസ്സായി. 10ൽ 9.5 വെച്ചിട്ടാണ് ഇടുന്നത്. എന്നാ 10ൽ 10 ഇടാത്ത എന്ത് മോളെ നീ? അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ എലിവേറ്ററിൽ കയറുമ്പോ എന്തിനാ മോളെ കെയർ ചെയ്യുന്ന? നിനക്ക് തന്നെ നോക്കി കയറിയാ പോരെ. അവൻ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ അവൻ എങ്ങനെ കെയർ ചെയ്യുന്നു, നീ തിരിഞ്ഞു നിൽക്കുമ്പോ അവൻ എങ്ങനെ കെയർ ചെയ്യുന്നു, ഇതൊക്കെ നോക്കേണ്ടി വരുമല്ലോ. അപ്പം എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി. ആള് ഫുൾ ടൈം 2 കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്തത്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. ഓഫ്കോഴ്സ് ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. അടുത്ത സൂര്യൻ ഇനി അവളെ കാണുമ്പോ തിരിഞ്ഞു നിൽക്കണം. സൂര്യപ്രകാശം അവളുടെ ദേഹത്ത് അടിക്കാൻ പറ്റത്തില്ല. അവൻ വന്ന് നെഞ്ചു വിരിച്ച് നിൽക്കും. അങ്ങനെ വേണം പ്രണയം. കമോൺ. അടുത്ത എന്തുവാ? വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. ഓഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. എന്നാ നോക്ക്, എന്തായാലും തലയിൽ ഒതുക്കി വെക്കുന്ന രീതിയിലുള്ള റിബണൊക്കെ കെട്ടി വന്നാ പോരെ. പാമ്പിടിച്ച ചെറുക്കൻ. അപ്പൊ കടൽ തീരത്ത് പോയപ്പോ എന്തോ ചെയ്യും? കടൽക്കാറ്റടിക്കുമ്പോ എന്തോ ചെയ്യും? കടൽക്കാറ്റിനെ തിരിച്ചടിക്കുവോ? പാട്ട് പാടല്ലേ, കോപ്പിറൈറ്റ് വരുവേ. ഇത് നമ്മൾ രാവിലെ തൊട്ട് ഈ ആഫ്റ്റർനൂൺ വരെയുള്ളതാണ്. അടുത്ത പാർട്ടിൽ ആൾ എനിക്കൊരു സർപ്രൈസ് തരുന്നതുണ്ട്. ഓൾ ടുഗദർ ഇത് പാർട്ട് 2, പാർട്ട് 3. അപ്പൊ പാർട്ട് 8 ചെല്ലണം. കുറച്ചും കൂടെ ഒക്കെ ടെസ്റ്റുകളുടെ എണ്ണം കൂടുമായിരിക്കും. എന്റെ പൊന്നു ഋഷി കൂട്ടുകാരാ, നീ വർഷങ്ങളായില്ല ഇത് തന്നെ ചെയ്യുന്ന. ഇനി മറ്റേ ഞണ്ട് പോലെ അയക്കേ. റെഡിയാവും. വർഷങ്ങളായിട്ട് അവൻ ഒരേപോലെ. നമസ്കാരം, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ദിസ് ഈസ് കേരള ജനക്കൂട്ടം വിക്കിത്തൊക്കെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിലെ 3 ദിവസങ്ങളിലെ ഞാൻ കണ്ടെത്തിയ കൊണകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ കൊണയായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആശംസിക്കാം. വരൂ, ആരാണ് അടുത്തത്? കരയാനാ കേട്ടോ പറഞ്ഞേ. ശരിയല്ല നിന്റെ വിടുത്തങ്ങൾ. എന്തിനാ നായെന്ന് വിളിക്കുന്നേ? മായെന്നായിരിക്കും അല്ലേ? നടിയുടെ പേര് മാറ്റി പറയുന്ന നീ പട്ടിയെ പോലെ എന്തിനാടാ കരയുന്ന? ജഗദീഷിന്റെ കരച്ചിൽ ഓർമ്മ വരുന്നില്ല. ഹരിഹർ നഗറിലെ Make Gavin Joseph BGM.
ഗാവൻ ജോസഫിനെ അറിയാവോ? തുടുപ്പ് ഗുലാൻ. ഹലോ ഇച്ചയ, എന്തിനാടാ കൊന്നിട്ട്? അത് പറയുന്ന എന്തേ? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാന്ന് പറയാനോ? ഇല്ലാന്ന് നീ ഇങ്ങനെ പറയാതിടക്ക്. ഇത്തിക്കര പ്ലക്കി അത് വിജയിക്കും. ആ ഒരു ഫസ്റ്റ് മൂവിയുടെ ഹൈപ്പിൽ മാത്രമാണ് ദൃശ്യം 2ഉം 3ഉം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 4 എന്ന് പറയുന്ന ജസ്റ്റ് അത് സത്യങ്ങൾ വിളിച്ച് പറയരുത് മോളെ, നീ ചുമ്മാരി. മിൽക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇറക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടറിന് അവര് അസാസിനേറ്റ് ചെയ്ത പോലെയാണ്. എനിക്ക് ആ തിയേറ്ററിൽ ഇരുന്നപ്പോ എനിക്ക് ദേഷ്യം വന്നു. എന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവിക്കകത്ത് എന്തോന്നു, ഹീസ് എ ഫാദർ. അവന്റെ ഡോട്ടറിനെയും വൈഫിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ആ മേർഡർ കവറപ്പ് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് ഇറ്റ്സ് ലൈക്ക് ജോർജ് കുട്ടിയെ ആ ഒരു റോളിൽ നിന്ന് എടുത്തിട്ട് ഓ ഹീസ് എ ജീനിയസ്, ഹീസ് എന്താ പറയുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ആണെന്നുള്ള രീതിയിൽ കാണിച്ചു എന്ന് എനിക്ക് തോന്നി. മോക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ അനാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അതുകൂടാതെ ഫസ്റ്റ് ഹാഫിൽ ഒന്നും നടന്നില്ല. ആക്ച്വലി അവിടെ കുറെ നേരം ദൃശ്യം ദൃശ്യം എന്ന് പറഞ്ഞ് ഗ്ലേസ് ചെയ്യുന്നു. ഇൻ മൂവിക്കകത്ത് മെറ്റായിട്ട് ഗ്ലേസ് ചെയ്തു. കാരണം വഴക്കുണ്ടാക്കാതെ സിനിമ ഇറങ്ങി കാശുണ്ടാക്കേണ്ടവരുണ്ടാക്കട്ടെ. അതൊക്കെ പണം ഉണ്ടാക്കാനല്ലേ മുത്തേ. ഓ മരമുറിയുടെ ന്യൂസൊക്കെ വന്നു തുടങ്ങി ഇപ്പം പാർട്ടി മാറിയതോടുകൂടി. കേരളത്തിൽ നടന്ന നിരവധി ഫാഷൻ ബ്യൂട്ടി പേജന്റുകളിലെ വിജയ് കൂടിയാണ് ഈ കൊച്ചുമിടുക്കൻ. വലിയ പ്രതീക്ഷയോടെ ഒരു ലോകവേദിയിലേക്ക് ആ പയ്യൻ പുറകെ കിടന്ന് ഡാൻസ് കളിക്കുന്നതിനെ കളിയാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ലോക സൗന്ദര്യ മത്സരത്തിലേക്കാണ് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവൻ സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്. നമ്മൾ കളിയാക്കാം, അതിന് അർഹരായവരെ നമ്മൾ കളിയാക്കാവൂ, അല്ലാത്തവരെ നമ്മൾ കളിയാക്കരുത്. ചെറിയ പയ്യനാണ്, അവൻ്റെ മനസ്സ് വിഷമിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവൻ ചെല്ലുന്ന തട്ടിക്കൂട്ടി ലോക്കൽ പരിപാടിക്കല്ല, തായ്ലാൻഡിലെ സൗന്ദര്യ മത്സരത്തിലേക്ക് അവനെ സെലക്ട് ചെയ്തതിനെ തുടർന്നാണ് അവന് പോകേണ്ടത്. അപ്പൊ അവൻ ഹൃദയത്തിൽ നിന്ന് പോകണം. അവനെ അത്രത്തോളം വാശിയിലും വീറിലും പോകണം. അവനെ തളർത്താനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതാ എനിക്ക് തോന്നുന്നു ആ വീഡിയോ എടുത്ത ആൾക്കാർ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാ. അവർ കൃത്യമായിട്ട് ഈ ന്യൂസുകാർ മോട്ടറാക്കിയ ചെറുക്കനെ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ അടിപൊളിയായിട്ട് ചെയ്യുന്ന പയ്യനാ. ന്യൂസുകാരത് ചെയ്ത കറക്റ്റായിട്ടല്ല. ആ പെങ്കൊച്ചിനെ എനിക്കറിയാം, അവളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മോൻ തുള്ളട, അവൻ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്ന പയ്യനാ. യഥവനാഥൊക്കെ ഒരെണ്ണം കിട്ടുമ്പോ മനസ്സിലാവും. ചുമ്മാ ഇരിക്കും, വിളിച്ചവരൊക്കെ മാറി. ഇപ്പം ഈ സിനിമ would have been my ബാഹുബലി. നിന്റെ കഴിഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ പേരെന്ത് വരും? പഴം പുഴുങ്ങിയ ജീവിതമേ, സൈക്കോളജിക്കൽ ത്രില്ലർ. ഞാൻ എന്റെ ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമയുടെ ഒരു യാത്ര പോകുന്നത്. ഇതൊരു ആക്ഷൻ മൂവിയാണ് അല്ലേ? തീർച്ചയായും. ഗുണ്ടാ കഥ. ഒരു മാറ്റവും എല്ലാം ഗുണ്ടാ കഥകളാണ്. അച്ഛൻ കെട്ടിപ്പൊക്കിയ വീടല്ല അദ്ദേഹത്തിന്റെ ആസ്തി. നീയാണ് വീടെഴുത്, ജയിച്ചു കാണിക്കുക. കൊള്ളാം. കുറച്ച് പ്രായമായവർ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും റീൽസോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുറച്ചെണ്ണം ചോദിക്കും, ഇത് അമ്മാവിന് മാറിപ്പോയതാണോ, ഇത് ഫേസ്ബുക്ക് അല്ല, ഇത് അവൻ്റെ തന്തയുടെ വകയാണ്, അവൻ തന്തയ്ക്ക് അവൻ്റെ തള്ളയുടെ വീട്ടുകാർ സ്ത്രീധനം കൊടുത്തതാണെന്ന് എന്നൊക്കെയാണ് എഴുതുന്നത്. ഇവനെയൊക്കെ എന്താ പറയാൻ? ഈ കിട്ടുന്ന വിവരമുള്ള പിള്ളേരാണെങ്കിൽ അല്ലെങ്കിൽ വിവരമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അത് ഉപയോഗമുള്ളതാണോ അല്ലെങ്കിൽ അത് തമാശ ഉള്ളതാണോ എന്നൊക്കെയാണ് നോക്കുന്നത്. അല്ലാതെ ആരിടുന്നോ അല്ലെങ്കിൽ അവൻ്റെ തന്തയാണോ അവൻ്റെ മാമനാണോ ഇടുന്നതെന്ന് നോക്കി കമൻസ് ഇടാനായിട്ട് കുറച്ചെണ്ണം വരും. എന്തായാലും ഇങ്ങനെ പറയണവുമായിട്ട് തന്തയും മാമനും ഒന്നും അല്ല ഞാൻ. മാമന്റെ പ്രായത്തിലുള്ള എല്ലാവരും അങ്ങനെ അല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ട് പിള്ളേർക്ക് പറ്റിപ്പോകുന്ന ചില അബദ്ധങ്ങളാണ് അതൊക്കെ. അവൻ ക്ഷമിച്ചു വിട്.
നാമം കൊള്ളാം. ഗോൾഡ് നോക്കിയപ്പോൾ നമുക്ക് ഈ പ്രായത്തിൽ ഒരു ഡയമണ്ടിനെ കിട്ടി. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം. എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനും കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോകവീഥികളിൽ വേണുതുമാട്ടിടയൻ. ഗംഭീരം, ഗംഭീരം ചേട്ടാ, ഗംഭീരം. യുവശക്തി പുന്തലത്താഴം സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി. ഇതോ ഞാൻ പേര് മീനാകുമാരിയ. അയ്യോ ക്യൂട്ട്, വാരി വിതറാതെ ചേച്ചി. സജാദ്, സൂപ്പർ സജാദ്, ഗംഭീരം. എനിക്ക് തോന്നുന്നു ശരിക്കുള്ള പാട്ട് കേട്ട പോലെ ആയി പോയി. ഇനിയിപ്പൊ അത് ഡിറ്റക്ട് ചെയ്ത് എനിക്ക് കോപ്പിറൈറ്റ് തരുവോ സജാദേ? ഗുഡ് മോർണിംഗ്. എന്താടാ ചൂണ്ട ടെഡി മഴ ചാച്ച ചാച്ച വീട് പാലം തോട് പിള്ളാര് സ്പ്ലെൻഡർ ബെൻസ് പകോട കോസ് എറണാകുളം പഴം പൊറോട്ട ലിമണ്ണ ടാറ്റ. അവന് വയ്യ. പാട്ട് വേണ്ട, പാട്ടില്ലാതെ കണ്ടു നോക്കട്ടെ. എന്താടാ കമ്പിയെ പെണ്ണാൻ പോന്ന? കമ്പിക്ക് ഫ്രഞ്ച് കിസ് കൊടുക്കുന്ന? എന്തേലും മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന? ചുമ്മാ ഇരിക്കണേ, ചെറുക്കന് പ്രാന്താന്നേ. മാധവ് സുരേഷ് എന്തായാലും ഒരു ദിവസം തിരിച്ചു വരും. ഫഹദ് ഫാസലിനെ ഇതേപോലെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരും. ഒരു പാട്ടുകൊണ്ട് എൻ്റെ പൊന്നെ. പോടാ. ഇതിനകത്ത് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നുപോയി പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അവർ പറയും ദിസ് ഈസ് ടു ഈസി. അവനാ തീരുമാനിക്കുന്നത് നമുക്ക് പാസ്വേഡ് ഈസി ആണെന്ന്. നമ്മൾ അടിച്ചു തുടങ്ങി, നമ്മുടെ മക്കളുടെ പേര് തീർന്നു, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തീർന്നു, പുതിയ കോമ്പിനേഷൻ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ അവർ പറയും 2 ക്യാപിറ്റൽ ലെറ്റർ കയറ്റിയാൽ നല്ലതാണ്, അത് കയറ്റി. 2 ചിഹ്നം കയറ്റിയാൽ നല്ലതാണ്, അത് കയറ്റി. 2 അക്കം കയറ്റിയാൽ നല്ലതാണ്, അത് കയറ്റി. 12 അക്കങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു, അത് കയറ്റി. നമ്മൾ മറന്നു പോകുന്ന ഒരു പാസ്വേഡ് ഇവര് തന്നെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത കോളം വരും, യു ആർ നോട്ട് എ റോബോട്ട്, അത് ഞെക്കാൻ. ഇത് മനുഷ്യനായോണ്ടല്ലേ മറന്നു പോകുന്നത്, റോബോട്ട് ആണെങ്കിൽ മറന്നു പോകേണ്ട കാര്യമല്ലോ. നമ്മൾ അത് ഞെക്കും. അത് പെണ്ണുവിന്റെ കോമഡി ഒക്കെ ഇനി മിസ് ചെയ്യും. ഈ സാധനം ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യണം. ഏത് സാധനം മനെ? ഈ സാധനം തന്നെ നിനക്ക് ട്രൈ ചെയ്യണോ?
പദനിഗരി സരി നിസ പദനിഗരി സരി സരി പദനിഗരി സരി സമാരി പദ. അവനെ കൊണ്ട് പറ്റുന്നവരവൻ പതിനിസ പാടിയിട്ടുണ്ട്. കൊള്ളാട മുത്തേ, നിനക്ക് പറ്റുന്ന പാട്ട് പാടിക്കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. ഇതും കുഴപ്പമില്ല. ടിനിട്ടോമിന്റെ മോനും ഒക്കെ ഏറില്ല. പിന്നെ EDയുടെ സർച്ചായിരുന്നു. എല്ലാം കൂടി ഒന്ന് EDക്കാരുടെ വണ്ടി അടിച്ച് പൊടിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കേസ് വരും, വലയും നീയൊക്കെ. അങ്ങനെ മറ്റ് ചർച്ചാ വിഷയങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് കാത്തിരിക്കാം 3 ദിവസത്തിനായി. അന്ന് ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്നിച്ച് കൂട്ടിണക്കി വീണ്ടും വീഡിയോ ആയിട്ട് വരുമെന്ന് വീണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് കേരള ജനക്കൂട്ടം പവേഡഡ് ബൈ രമ വേണു.